രാഹുലിന് ഇപ്പോൾ 25 വയസ്സാണ്. ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലി വളർന്ന ഒരു സാധാരണ ചെറുപ്പക്കാരൻ. ചെറുപ്പം മുതൽ അവനോട് പാരൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡ്രീം ഉണ്ടായിരുന്നു. അതായത് നന്നായിട്ട് പഠിക്കണം, നല്ല ഡിഗ്രി എടുക്കണം, നല്ല ജോലി മേടിക്കണം, നല്ല സാലറി ഉണ്ടാക്കണം, ഒരു വീട് മേടിക്കണം, കല്യാണം കഴിക്കണം, പിന്നെ ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യണം. ഇതൊക്കെ രാഹുലും അതുതന്നെയാണ് വിശ്വസിച്ചത്. അവൻ കോളേജിൽ പോയി 4 വർഷം പഠിച്ചു, ഡിഗ്രി എടുത്തു, പിന്നെ ഒരു ജോലി കിട്ടി. ആദ്യത്തെ സാലറി അക്കൗണ്ടിൽ വന്ന ദിവസം രാഹുലിന് ഭയങ്കര സന്തോഷമായിരുന്നു. അവൻ വിചാരിച്ചു ഓക്കെ ഇനി ലൈഫ് സെറ്റാകാൻ തുടങ്ങി. പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവന് കാര്യം മനസ്സിലായത്. ലൈഫ് സെറ്റാകുന്നതിന് പകരം ലൈഫ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് സാലറി കൂടുന്നുണ്ട്, പക്ഷേ റെൻറ്റ് കൂടുന്നു, ഗ്രോസറി എക്സ്പെൻസീവ് ആവുന്നു, ഇൻഷുറൻസ് കൂടുന്നു, ട്രാൻസ്പോർട്ട് കോസ്റ്റ് കൂടുന്നു, സേവിങ്സ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു വീട് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് വേണ്ട പണം ഇവിടെ നിന്ന് വരും. ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുമോ? ഇതിൻ്റെ ഇടയിലാണ് മറ്റൊരു പേടി കൂടെ രാവിലെ മനസ്സിലോട്ട് വരുന്നത്. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു ജോലി 5-10 വർഷം കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഉണ്ടാകുമോ? കാരണം AI വരുന്നു. അവൻ പഠിച്ച സ്കിൽസ് പലതും AIക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ രാഹുൽ വീണ്ടും ചിന്തിക്കുകയാണ്, ഞാൻ ഇത്രയും വർഷം പഠിച്ചത് എന്തിനാണ്? അവൻ ഒരു ദിവസം ഇൻസ്റ്റാഗ്രാം ഓർക്കുന്നു. അവൻ്റെ പ്രായത്തിലുള്ള ഒരാൾ വിദേശത്ത് പോയി സെറ്റിലായി, മറ്റൊരാൾ മില്യനെയറായി, മറ്റൊരാൾ 25-ാം വയസ്സിൽ തന്നെ വീട് മേടിച്ചു, മറ്റൊരാൾ ലോകം മുഴുവൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. രാഹുൽ സ്വന്തം ഫോണിൽ കുറച്ച് നേരം നോക്കിയിട്ട് സൈലൻ്റ് ആയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവൻ്റെ മനസ്സിൽ അപ്പോഴാണ് ആ ഒരു ചോദ്യം വന്നത്, എല്ലാവരും മുന്നോട്ട് പോകുന്നുണ്ടല്ലോ, ഞാൻ മാത്രം എന്താണ് ചെയ്യുന്നത്? പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. രാഹുലിൻ്റെ സ്റ്റോറി ശരിക്കും രാഹുലിൻ്റെ മാത്രം സ്റ്റോറിയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. രാഹുലിന് പകരം അവിടെ നിങ്ങളുടെ പേര് കൊടുത്തുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെയോ അല്ലെങ്കിൽ ബ്രദറിൻ്റെയോ, നമുക്ക് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു 20 മുതൽ 25 വയസ്സുള്ള ഒരു മിഡിൽ ക്ലാസ് ബോയിൻ്റെ പേര്, സഡൻലി ദ സ്റ്റോറി ഫീൽസ് ഫെമിലിയർ. ഇത് ഇന്ന് പുതിയ ജനറേഷന് നേരിടുന്ന ഒരു വലിയ റിയാലിറ്റീൻ്റെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് രാഹുലിൻ്റെയും അവനെപ്പോലുള്ള ഒരുപാട് യങ് പീപ്പിളിൻ്റെയും ഫ്യൂച്ചറിനെ കുറിച്ച് ഇത്ര അൺസർട്ടൈൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഹാർഡ് വർക്ക് ചെയ്താൽ ലൈഫ് ബെറ്റർ ആകുക എന്ന ആ പഴയ പ്രോമിസ് ഇപ്പോൾ കൺവിൻസിങ് ആയിട്ട് തോന്നാത്തത്? AI, മണി, ഹൗസിംഗ്, കരിയർ, സോഷ്യൽ മീഡിയ, കമ്പാരിസൺ ആൻഡ് എൻഡ്ലെസ് ചോയ്സസ്, ഇതെല്ലാം എങ്ങനെയാണ് ഒരു ജനറേഷൻ്റെ മനസ്സിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആൻസൈറ്റി ഉണ്ടാക്കുന്നത്? ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം, ജെൻസി ശരിക്കും ഹോപ്പ് നഷ്ടപ്പെടുന്ന ഒരു ജനറേഷൻ ആണോ, അതോ ഫ്യൂച്ചർ എത്രത്തോളം അൺസർട്ടൈൻ ആണെന്ന് മുൻപത്തെ ജനറേഷനേക്കാൾ കൂടുതൽ ക്ലിയർലി കാണാൻ കഴിയുന്ന ഒരു ജനറേഷനാണോ? അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ നമുക്ക് വീണ്ടും രാഹുലിൻ്റെ സ്റ്റോറിയിലോട്ട് തന്നെ പോകാം. രാഹുലിൻ്റെ പാരൻസിനെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. അവരുടെ ലൈഫ് പെർഫെക്റ്റ് ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർക്കും സാമ്പത്തികമായിട്ടുള്ള ആ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അവസരങ്ങൾ കുറവായിരുന്നു, പലർക്കും ശരിയായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇന്ന് ഈ കാണുന്ന ആ സ്റ്റെബിലിറ്റിയൊക്കെ അന്ന് അവർ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ടാണ്. പക്ഷേ അവരുടെ മുന്നിൽ ലൈഫിനെ കുറിച്ച് അത്യാവശ്യം ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു റോഡ് മാപ്പ് ഉണ്ടായിരുന്നു. അതായത് നന്നായിട്ട് പഠിക്കുക, പിന്നെ അതുപോലെ തന്നെ ഡീസൻ്റ് ആയിട്ടൊരു ജോലി നേടുക, കുറച്ച് കാലം വർക്ക് ചെയ്യുക, പിന്നെ ഒരു വീട് വെക്കുക, കല്യാണം കഴിക്കുക, കുട്ടികളുണ്ടാക്കുക, അവരെ നന്നായിട്ട് വളർത്തുക, അവസാനം റിട്ടയർമെൻറ്റിലോട്ട് പോവുക. ഈ ഒരു ഫോർമുല എല്ലാവർക്കും ഒരേപോലെ വർക്ക് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവിടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങളുടെ ജീവിതം നിങ്ങളെ പാരൻസിനേക്കാൾ ബെറ്റർ ആയിരിക്കും. ഇവിടെയാണ് ആ ഒരു വലിയൊരു വ്യത്യാസം. ഒരു ജനറേഷൻ അടുത്ത ജനറേഷനോട് പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരുന്ന ഇതൊക്കെയായിരുന്നു. അതായത് ഞങ്ങൾ നേരിട്ട കഷ്ടപ്പാടുകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരില്ല, അതുകൊണ്ടാണ് എഡ്യൂക്കേഷൻ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയത്. നന്നായി പഠിച്ചാൽ നല്ല ജോലി കിട്ടും, നല്ല ജോലി കിട്ടിയാൽ നല്ല സാലറി കിട്ടും, നല്ല സാലറി ഉണ്ടെങ്കിൽ നല്ല ലൈഫ് ഉണ്ടാക്കാം. രാഹുലും ഈ ഇക്വേഷൻ വിശ്വസിച്ചിട്ടാണ് വളർന്നത്. പക്ഷേ ജെൻസി അഡൽഹുഡിലോട് കടന്ന സമയത്ത് ഈ ഒരു ഇക്വേഷൻ നമ്മൾ വിചാരിച്ചതുപോലെ പ്രഡിക്റ്റബിൾ അല്ലാതായി. രാഹുൽ ഡിഗ്രി എടുത്തു, പക്ഷേ ജോബ് മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ജോലി കിട്ടി, പക്ഷേ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുകയാണ്. സാലറി കൂടുന്നുണ്ടാവും, പക്ഷേ വാടകയും അതുപോലെ തന്നെ അല്ലറ ചില്ലറ ചിലവുകളും വേഗത്തിൽ കൂടുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ടെക്നോളജി ഇത്ര വേഗം മാറുമ്പോൾ തൻ്റെ സ്കിൽസ് തന്നെ ഔട്ട്ഡേറ്റഡ് ആകുമോ എന്നൊരു ഡൗട്ട് അവൻ്റെ മനസ്സിൽ വരുന്നു. അപ്പോൾ രാഹുലിൻ്റെ മനസ്സിലോട്ടൊരു ചോദ്യം വരും, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്, പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യുന്നത് പോലും എന്തിനാണെന്ന് നമുക്ക് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുക? അതാണ് ആദ്യത്തെ പ്രശ്നം. ഇനി രാഹുലിൻ്റെ സിറ്റുവേഷൻ നമുക്ക് കുറച്ച് നമ്പേഴ്സ് വെച്ചിട്ട് നോക്കാം. 2025 ഡെലോയിറ്റിൻ്റെ ജെൻസി ആൻഡ് മില്ലേനിയൽ സർവേയിൽ 44 രാജ്യങ്ങളിൽ നിന്നുള്ള 23,000-ലധികം ആളുകളെ അവർ സർവേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 48% ജെൻസി റെസ്പോണ്ടൻസും പറഞ്ഞത് തങ്ങൾക്ക് ഫിനാൻഷ്യലി സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നാണ്. അതായത് ഇത് ചുമ്മാ ജെൻസി പീപ്പിൾ ആർ ലേസി എന്ന് പറയുന്ന ആ ഒരു പഴയൊരു സ്റ്റോറിയല്ല. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്നത് യങ് പീപ്പിളിൻ്റെ ഏറ്റവും വലിയ കൺസേൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. രാഹുലിൻ്റെ സിറ്റുവേഷനിലൂടെ നമുക്ക് തിരിച്ചു തരാം. അവന് സാലറി ഇൻക്രിമെൻറ്റ് കിട്ടിയെന്ന് തന്നെ വിചാരിക്കട്ടെ. പക്ഷേ അതേ സമയത്ത് റൂമിൻ്റെ വാടക കൂടി, അതുപോലെ തന്നെ ഗ്രോസറി എക്സ്പെൻസീവായി, ഇൻഷുറൻസ് കൂടുന്നു, ട്രാൻസ്പോർട്ട് ചിലവ് കൂടുന്നു, എഡ്യൂക്കേഷൻ കോസ്റ്റ് കൂടുന്നു. ഒരു നോർമൽ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ പണ്ടത്തെക്കാൾ കൂടുതൽ പണം വേണ്ടി വരുന്നു. അതുകൊണ്ട് സാലറി കൂടിയിട്ടും എനിക്ക് ഫിനാൻഷ്യലി ബെറ്റർ ആയതായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നൊരവസ്ഥ. ഇവിടെയാണ് മറ്റൊരു വലിയൊരു പ്രശ്നം വരുന്നത്, ഹൗസിംഗ്.
ഒരു ചെറുപ്പക്കാരനോട് ഫ്യൂച്ചർ സെക്യൂർ ആകണം എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ വലിയൊരു ഭാഗം സ്വന്തമായിട്ടുള്ള ഒരു വീട്, അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഇൻകം, സേവിങ്സ്, ഫാമിലി എന്നിവയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. പക്ഷേ ഇന്ന് വീട് വാങ്ങുന്നത് തന്നെ ഒരു അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയിട്ട് വരുന്ന സമയത്ത് ആ ട്രഡീഷണൽ അഡൽഹുഡ് തന്നെ ഡിഫിക്കൽട്ട് ആകുന്നു. രാഹുൽ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, എനിക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കരിയർ ഉണ്ടാക്കണം, അതിനുശേഷം പണം സേവ് ചെയ്യണം, പിന്നീട് ഒരു വീട് വാങ്ങണം, പിന്നെ കല്യാണം, പിന്നെ കുട്ടികൾ. പക്ഷേ ഇതിലെ ഓരോ സ്റ്റെപ്പും കൂടുതൽ എക്സ്പെൻസീവായിട്ട് മാറുമ്പോൾ ഫ്യൂച്ചർ എന്നത് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്തൊരു ഗോൾ എന്നതിനേക്കാൾ വലിയൊരു ഫിനാൻഷ്യൽ പ്രോജക്റ്റായിട്ട് തോന്നി തുടങ്ങും. അതുകൊണ്ട് തന്നെ ജെൻസിൻ്റെ ഫ്യൂച്ചർ ആങ്സൈറ്റിയുടെ ഒരു വലിയൊരു ഭാഗം യഥാർത്ഥത്തിൽ പണത്തെക്കുറിച്ച് തന്നെയാണ്. പക്ഷേ പണത്തേക്കാൾ വലിയൊരു ചോദ്യം ഇപ്പോൾ രാഹുലിൻ്റെ മുന്നിലുണ്ട്. ഞാൻ ഇപ്പോൾ പഠിക്കുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള ആ ഒരു ജോലി ഭാവിയിൽ വാല്യുബിൾ ആയിരിക്കുമോ? ഇവിടെയാണ് എയുടെ എൻട്രി. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യൂ, രാഹുൽ 4 വർഷം യൂണിവേഴ്സിറ്റിയിൽ കഷ്ടപ്പെട്ട് പഠിച്ചു, ഒരു സ്പെസിഫിക് കരിയറിന് വേണ്ടിയിട്ട് സ്കിൽസൊക്കെ സെറ്റ് ചെയ്തു, ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ജോബ് മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്തു. ആ സമയത്താണ് അവൻ ആ വാർത്ത കേൾക്കുന്നത്, AI ക്യാൻ ഓൾറെഡി ഡു സം ഓഫ് ദ തിങ്സ് ദാറ്റ് യു ട്രെയിൻ ടു ഡു. അപ്പോൾ നാച്ചുറലി അവൻ്റെ ഉള്ളിൽ ആ ഒരു ചോദ്യം വരും, എൻ്റെ കരിയർ സേഫ് ആണോ? നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡെലോയിറ്റിൻ്റെ 2025 സർവേയിൽ 63% ജെൻസി ആൾക്കാരും ജനറേറ്റീവായി അവരുടെ ജോലികൾ ഇല്ലാതാക്കുമോ എന്നുള്ള ആ പേടി അവർക്കുണ്ട്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മറ്റൊരു ഫൈൻഡിങ് കൂടെ ഉണ്ടായിരുന്നു. 61% ജെൻസി ആൾക്കാരും വിശ്വസിക്കുന്നത് AI കാരണം യങ് പീപ്പിളിൻ്റെ വർക്ക് ഫോഴ്സിലോട്ട് എൻ്റർ ചെയ്യാൻ ഭാവിയിൽ കൂടുതൽ ബുദ്ധിമുട്ടാവുന്നതാണ്. കാരണം വളരെ സിമ്പിളാണ്. ട്രഡീഷണൽ കരിയർ പാത്തിൽ എൻട്രി ലെവൽ ജോബ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമ്മൾ ഫ്രഷറായിട്ട് ആദ്യം ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു, പിന്നെ ചെറിയ ചെറിയ ടാസ്കുകൾ അവിടെ നിന്ന് ചെയ്യുന്നു, അതിൽ നിന്ന് നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ് നേടുന്നു, സീനിയേഴ്സിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു, പിന്നെ പതുക്കെ നമ്മൾ കരിയർ പ്രോഗ്രസ് ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ ഇന്ന് AI ഈ പറയുന്ന എൻട്രി ലെവലായിട്ടുള്ള ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രഷേഴ്സിന് എക്സ്പീരിയൻസ് എവിടെ നിന്നാണ് കിട്ടുക? ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ പിന്നെ അവിടെ ബാക്കി കിടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയാണ് നമ്മൾ കുറേ തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്നത്. AI വന്നാൽ എല്ലാവരുടെയും ജോലി പോകുമെന്ന് നമ്മൾ പറയുന്നത് ഒരിക്കലും അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കിയൊക്കെയാണെങ്കിൽ തന്നെ ടെക്നോളജി വരുമ്പോഴൊക്കെ പല ജോലികളും മാറിയിട്ടുണ്ട്, ചിലത് ഇല്ലാതായിട്ട് തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ പുതിയ ജോലികൾ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. AI കാര്യത്തിൽ ഏകദേശം അതുപോലെ തന്നെ എനിക്ക് സംഭവിക്കാം. ചില ജോലികൾ എന്തായാലും ഡിസപ്പിയർ ആവും, ചില ജോലികൾ കംപ്ലീറ്റ് ആയിട്ട് മാറും, കുറച്ച് പുതിയ ജോലികൾ എന്തായാലും വരും. പക്ഷേ ജെൻസി ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത് AI വരുന്നത് എന്നുള്ളതല്ല. ദ റിയൽ പ്രോബ്ലം ഈസ് ദ സ്പീഡ് ഓഫ് ചേഞ്ച്. നിങ്ങൾ ഒരു കരിയർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ ഒരു കരിയർ അടുത്ത 10 വർഷം എങ്ങനെയായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്നിപ്പോൾ. അതായത് അൺസെർട്ടനിറ്റി. ആൻഡ് അൺസെർട്ടനിറ്റി ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എനിമീസ് ഓഫ് കോൺഫിഡൻസ്. ഇനി രാഹുലിൻ്റെ ഫ്യൂച്ചർ ആങ്സൈറ്റിയെ ഇതിലും പവർഫുൾ ആക്കുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്, സോഷ്യൽ മീഡിയ. രാഹുൽ രാവിലെ ഫോൺ ഓർക്കുന്നു, ആദ്യത്തെ വീഡിയോ കാണുന്നു, 24 വയസ്സുള്ള ഒരാൾ സ്റ്റാർട്ടപ്പ് തുടങ്ങി സക്സസ് ആയി. അടുത്ത വീഡിയോ 26 വയസ്സുള്ള ഒരാൾ മില്യനെയർ ആയിട്ടുള്ളൊരു കഥ. പിന്നെ കാണുന്നത് മറ്റൊരാൾ യൂറോപ്പിൽ ട്രാവൽ ചെയ്യുന്നതാണ്, മറ്റൊരാൾ ലക്ഷറി കാർ മേടിക്കുന്നു, വേറൊരാൾ 6 ഫിഗർ സാലറി വാങ്ങിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുലിന് വല്ലാത്തൊരു ഫീലിംഗ് വരും. എല്ലാവരും ലൈഫ് ഭയങ്കരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ മാത്രം ഇവിടെ എന്താണ് ചെയ്യുന്നത്? രാഹുൽ അവൻ്റെ ലൈഫിനെ മറ്റൊരാളുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്, നമ്മൾ കാണുന്നത് അവരുടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ലൈഫല്ല, നമ്മൾ കാണുന്നത് അവരുടെ ഒരു ബെസ്റ്റ് മൊമെൻറ്റ്സ് മാത്രമാണ്. അവരുടെ സക്സസ്, ട്രാവൽ, പുതിയ കാർ, പുതിയ വീട്, പ്രൊമോഷൻ, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അവർക്ക് കിട്ടിയ റിജക്ഷൻസ് ഇമെയിൽസ് നമ്മൾ കാണുന്നില്ല, അവരുടെ കടങ്ങൾ നമ്മൾ കാണുന്നില്ല, അവരനുഭവിക്കുന്ന ആ ഒരു ആങ്സൈറ്റി എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല, അവർ രാത്രി ഉറങ്ങാതെ ടെൻഷൻ അടിച്ച് കിടക്കുന്ന ആ ഒരു സമയം നമ്മൾ കാണുന്നില്ല. അതായത് നമ്മൾ നമ്മുടെ ബിഹൈൻഡ് ദ സീൻസ് എടുത്തിട്ട് മറ്റൊരാളുടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് കമ്പാരിസൺ ഈസ് സ്ലോലി ചേഞ്ച് ദ ഡെഫിനിഷൻ ഓഫ് അവർ നോർമൽ ലൈഫ്. പണ്ടൊക്കെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വീട്, പിന്നെ അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ടൊരു ജോലി, ഫാമിലി, പിന്നെ അതുപോലെ തന്നെ വീക്കെൻഡ്സ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സ്പെൻഡ് ചെയ്യുക, ഇതൊക്കെയായിരുന്നു സക്സസ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ നമ്മളെ വിശ്വസിപ്പിക്കുന്നത് സക്സസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷറി ആയിട്ടുള്ള കാറുകൾ, പിന്നെ അതുപോലെ തന്നെ എക്സ്പെൻസീവ് ട്രാവൽ, ഹൈ സാലറി, സ്റ്റാർട്ടപ്പ്, പെർഫെക്റ്റ് ബോഡി, പെർഫെക്റ്റ് റിലേഷൻഷിപ്പ്, പെർഫെക്റ്റ് ലൈഫ് സ്റ്റൈൽ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നോർമൽ ലൈഫ് ജീവിക്കുന്നത് പോലെ നമുക്കൊരു ഫെയിലിയർ ആണെന്നുള്ള തോന്നൽ നമുക്ക് തോന്നി തുടങ്ങും. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ചേഞ്ച് നമുക്ക് നോക്കാം. വാട്ട് ഡസ് ഇറ്റ് ആക്ച്വലി മീൻ ടു ബിക്കം ആൻ അഡൽട്ട് ടുഡേ? രാഹുലിൻ്റെ പാരൻസിൻ്റെ ജനറേഷന് അഡൽഹുഡിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു, ജോലി, കല്യാണം, വീട്, കുട്ടികൾ, ഫാമിലി. പക്ഷേ ജെൻസി ഈ എൻറ്റയർ സീക്വൻസിനെയും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിക്കണമെന്ന് എല്ലാവരും പറയുന്നത് കൊണ്ട് മാത്രം കല്യാണം കഴിക്കണോ? കുട്ടികൾ ഉണ്ടാകാൻ എനിക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടോ? ഒരു വീട് വാങ്ങാൻ ശരിക്കും എനിക്ക് കഴിയുമോ? എനിക്ക് ഈ കരിയർ തന്നെയാണോ വേണ്ടത്? മറ്റൊരു രാജ്യത്തോട്ട് മൂവ് ചെയ്യണോ? ഈ 9 to 5 ലൈഫ് എനിക്ക് വേണോ? ഇതൊന്നും തന്നെ നെഗറ്റീവായിട്ടുള്ള ചോദ്യങ്ങളല്ല. സത്യത്തിൽ ഇതൊക്കെ കൂടുതൽ ഫ്രീഡം ഉള്ള ചോദ്യങ്ങളാണ്. പക്ഷേ ഫ്രീഡത്തിന് എപ്പോഴും ഒരു ഡൗൺ സൈഡ് ഉണ്ട്, അതാണ് ചോയ്സ്. നമ്മുടെ പാരൻസിന് അന്ന് ഒരേ ഒരു പാത്ത് മാത്രം ഫോളോ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ജെൻസിന് ഒരുപാട് പാത്ത് നിന്ന് ചൂസ് ചെയ്യാം. പക്ഷേ ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി മുഴുവൻ നമ്മളുടേതാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഫ്രീഡം ലഭിച്ചെങ്കിലും ഡിസിഷൻ മേക്കിങ്ങും അതുപോലെ തന്നെ പ്രഷറും കൂടിയിട്ടുണ്ട്. രാഹുൽ ഒരു പാത്ത് ചൂസ് ചെയ്താൽ അയ്യോ മറ്റേ പാത്തായിരുന്നോ ഇതിലും ബെറ്റർ എന്നൊരു ഡൗട്ട് എപ്പോഴും മനസ്സിൽ കിടക്കും. ആൻഡ് ദാറ്റ്സ് എക്സോസ്റ്റിംഗ്. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല.
രാഹുലിനെ പോലെയുള്ള ജെൻസി വളർന്നത് നിരന്തരമായിട്ടുള്ള ക്രൈസിസിൻ്റെ നടുവിലാണ്. അതായത് പാൻഡമിക്, പിന്നെ അതുപോലെ തന്നെ എക്കണോമിക് അൺസർട്ടനിറ്റി, യുദ്ധങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ച്, പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ്, ലേ ഓഫ്, ഡിസ്റപ്ഷൻ, കോസ്റ്റ് ഓഫ് ലിവിങ് ക്രൈസിസ്. ഇതൊന്നും മുമ്പത്തെ ജനറേഷൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവർ ഇതിനേക്കാൾ വലിയ യുദ്ധങ്ങളും പിന്നെ അതുപോലെ തന്നെ എക്കണോമിക് ക്രൈസിസും പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി നേരിട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു വലിയൊരു മേജർ ഡിഫറൻസ് ഉണ്ട്. ഇൻഫോർമേഷൻ എങ്ങനെ നമ്മളിലോട്ട് എത്തുന്നു എന്നത് മാറി. പണ്ട് ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അടുത്ത ദിവസം പത്രത്തിലൂടെ ആയിരിക്കും അത് വായിക്കാം. ഇന്നെങ്ങനെയാണ്? രാഹുൽ രാവിലെ കണ്ണുറക്കുന്നു, ഫോൺ എടുക്കുന്നു, ഒരു നോട്ടിഫിക്കേഷൻ, പിന്നെ മറ്റൊന്ന് ലൈവ് വീഡിയോ, അപ്ഡേറ്റ്സ്, കമൻറ്റ്സ്, ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നത്, എക്സ്പേർട്സ് വന്നിട്ട് വേഴ്സ്റ്റ് കേസ് സിനാറിയോ പ്രഡിക്റ്റ് ചെയ്യുന്നത്, അങ്ങനെ ലോകത്തുള്ള സകല പ്രശ്നങ്ങളും നിമിഷ നേരം കൊണ്ട് രാഹുലിൻ്റെ പോക്കറ്റിലോട്ട് വരികയാണ്. അതുകൊണ്ട് പ്രശ്നം എവിടെയോ സംഭവിക്കുന്നതാണെങ്കിൽ കൂടെ തന്നെ ആങ്സൈറ്റി സെക്കൻഡ്സിനുള്ളിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും നമ്മുടെ പോക്കറ്റിലോട്ട് എത്തും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 20കാരൻ രാവിലെ കണ്ണുറക്കുമ്പോൾ തന്നെ കേൾക്കുന്നത് ലോകത്തിലെ 20 ഡിഫറെൻറ്റ് പ്രോബ്ലംസിനെ കുറിച്ചിട്ടായിരിക്കും. ഇത് നാച്ചുറലി അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ഒപ്റ്റിമിസത്തിനെ തന്നെ ബാധിക്കാം. ഇതെല്ലാം കൂടി ചേരുമ്പോൾ തന്നെ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം കൂടെ ബാക്കിയുണ്ട് ഇവിടെ, ഇൻഫോർമേഷൻ ഓവർലോഡ്. ഇന്ന് നമുക്ക് ഇൻഫോർമേഷൻ കുറവല്ല, ആക്ച്വലി ഇൻഫോർമേഷൻ വളരെ കൂടുതലാണ്. രാഹുലിന് ഒരു കരിയർ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ആയിരക്കണക്കിന് വീഡിയോസ് ഉണ്ടാവും. ഏത് രാജ്യത്തോട്ട് പോകണമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് റെഡിറ്റിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ആയിരക്കണക്കിന് ഒപ്പീനിയൻസ് ഉണ്ട്. ബിസിനസ് തുടങ്ങാനാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് ഐഡിയാസ്, സ്കില്ല് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ തൗസൻഡ്സ് ഓഫ് കോഴ്സസ്, പ്രൊഡക്ടിവിറ്റി കൂട്ടാനാണെന്നുണ്ടെങ്കിൽ അതും വേറെ കുറേ മെത്തേഡ്സ്. അതായത് ഇൻഫോർമേഷൻ ഇല്ലാത്തത് കൊണ്ടല്ല നമ്മൾ കൺഫ്യൂസ് ആവുന്നത്, ഇൻഫോർമേഷൻ കൂടുതലുള്ളതുകൊണ്ടാണ്. ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് തന്നെ രാഹുലിൻ്റെ മൈൻഡിൽ ആദ്യത്തെ ആ ഒരു ക്വസ്റ്റ്യൻ വരും, ഇത് ശരിയായിട്ടുള്ളൊരു തീരുമാനമാണോ? മറ്റൊരു ഓപ്ഷൻ ആയിരുന്നു ഇതിലും ബെറ്റർ? ഞാൻ റോങ് ആയിട്ടുള്ളൊരു കരിയറാണോ ചൂസ് ചെയ്തത്? ഞാൻ ലേറ്റ് ആയോ? ഞാൻ കുറച്ചുകൂടെ അംബീഷ്യസ് ആകാമായിരുന്നു? അങ്ങനെ പോസിബിലിറ്റീസ് കൂടുന്തോറും തെറ്റായിട്ടുള്ള ആ ചോയ്സ് എടുക്കുമോ എന്ന പേടിയും നമുക്ക് കൂടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കാം, രാഹുലിന് എന്താണ് സംഭവിച്ചത്? അവന് ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള അൺസർട്ടനിറ്റി ഉണ്ട്, മണിയെക്കുറിച്ചിട്ടുള്ള ആ ഒരു ആങ്സൈറ്റി ഉണ്ട്, കരിയർ സേഫ് ആണോ എന്നുള്ള ആ ഡൗട്ട് ഉണ്ട്, എയെ കുറിച്ചിട്ടുള്ള ആ ഫിയർ ഉണ്ട്, സോഷ്യൽ മീഡിയ കമ്പാരിസൺസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വളരെയധികം ചോയ്സസ് ഉണ്ട്, വളരെയധികം ഇൻഫോർമേഷൻസ് ഉണ്ട്. ലോകത്ത് നടക്കുന്ന എല്ലാ ക്രൈസിസും അവൻ്റെ ഫോണിലുണ്ട്. അപ്പോൾ രാഹുൽ ശരിക്കും ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഹോപ്പ് നഷ്ടപ്പെട്ട ഒരു ഹോപ്പ്ലെസ് പേഴ്സൺ ആണോ? കാരണം ഇവിടെയാണ് നമ്മൾ എല്ലാവരും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. രാഹുലിൻ്റെ സ്റ്റോറി രാഹുലിൻ്റെ മാത്രം സ്റ്റോറി അല്ല, മേ ബി ഇത് നമ്മളുടെ തന്നെ സ്റ്റോറി ആയിരിക്കാം. ജെൻസി ഫ്യൂച്ചറിനെ കുറിച്ച് പെസിമിസ്റ്റിക് ആണെന്ന് മാത്രം നമ്മൾ പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ മാത്രമാണ്. ചിലപ്പോൾ ജെൻസി സക്സസ് എന്ന കോൺസെപ്റ്റിനെ തന്നെ റീഡിഫൈൻ ചെയ്യുന്നതായിരിക്കും. ഡെലോയിറ്റിൻ്റെ 2025 സർവേയിൽ വളരെ ചെറിയൊരു ശതമാനം ജെൻസി മാത്രമാണ് ഒരു വലിയൊരു സീനിയർ ലീഡർഷിപ്പിലോട്ട് പൊസിഷനിലോട്ട് എത്തുക എന്നത് തങ്ങളുടെ പ്രൈമറി കരിയർ ഗോളാണെന്ന് പറഞ്ഞത്. അതായത് ട്രഡീഷണൽ ഡെഫിനിഷൻ ഓഫ് സക്സസ്, വലിയ പൊസിഷൻ, വലിയ ഓഫീസ്, വലിയ ടൈറ്റിൽ, ഇതൊന്നും ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ യങ് പീപ്പിളിന് പണം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതോടൊപ്പം തന്നെ മീനിങ്ങും വേണം, വർക്ക് ലൈഫ് ബാലൻസ് വേണം, മെൻ്റൽ വെൽബീയിങ് വേണം, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റണം, ഫ്രീഡം വേണം, നല്ല റിലേഷൻഷിപ്പ് വേണം. അപ്പോൾ ചിലപ്പോൾ ജെൻസി ഫ്യൂച്ചറിനെ വെറുക്കുന്നതല്ല പ്രശ്നം, അവർ ആ പഴയ ഡെഫിനിഷൻ ഓഫ് ഗുഡ് ഫ്യൂച്ചർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നതാണ്. അതാണ് വ്യത്യാസം. നമുക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എവിടെ പോയി അവസാനിക്കും നമുക്ക് പറയാൻ പറ്റില്ല, എക്കണോമി എങ്ങനെ മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഏത് ജോലി സർവൈവ് ചെയ്യുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഹൗ അഡാപ്റ്റബിൾ വി ബിക്കം. നിങ്ങൾ ഒരു സിംഗിൾ ജോബ് ടൈറ്റിലിന് വേണ്ടിയിട്ട് മാത്രം പ്രിപ്പയർ ചെയ്യേണ്ടതില്ല. അഡാപ്റ്റബിൾ ആയിട്ടുള്ള സ്കിൽസ് ബിൽഡ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻസ് പഠിക്കുക, ടെക്നോളജി മനസ്സിലാക്കുക, ടൂൾസ് ഉപയോഗിക്കാൻ പഠിക്കുക, ഫിനാൻഷ്യൽ ലിറ്ററസി ഡെവലപ്പ് ചെയ്യുക, റിയൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളുടെ ലൈഫ് മറ്റൊരാളുടെ ടൈം ലൈൻ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യുന്നത് ആദ്യം നിർത്തുക. കാരണം നിങ്ങളുടെ 25-ാം വയസ്സ് മറ്റൊരാളുടെ 25-ാം വയസ്സ് പോലെ ആകണമെന്നേ ഇല്ല. നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നിങ്ങളുടെ സാഹചര്യങ്ങൾ വേറെയാണ്, നിങ്ങളുടെ ജേണി വേറെയാണ്. നിങ്ങൾക്ക് വേണ്ടത് മുഴുവൻ ഫ്യൂച്ചറും അറിയുക എന്നുള്ളതല്ല, അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ്. കാരണം നമുക്ക് അടുത്ത 10 വർഷം എന്താണെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ധൈര്യമായിട്ട് അടുത്ത ഒരു സ്റ്റെപ്പ് എടുക്കാൻ നമുക്ക് കഴിയും. ഒരു സ്കില്ല് പഠിക്കാം, നല്ല തീരുമാനങ്ങൾ എടുക്കാം, കുറച്ച് പണം സേവ് ചെയ്യാം, ഒരു ജെന്യൂൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാം, ഫോൺ മാറ്റി വെച്ച് സ്വന്തം ലൈഫിനെ കുറിച്ച് കുറച്ച് നേരം നമുക്ക് ചിന്തിക്കാം. ആൻഡ് മേ ബി അതായിരിക്കും ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള പ്രതീക്ഷ തിരികെ കൊണ്ടുവരുന്ന ആ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ രാഹുൽ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഹോപ്പ് നഷ്ടപ്പെടുകയാണോ, അതോ രാഹുലിനെ പോലെ നമുക്ക് എല്ലാവർക്കും ആദ്യമായിട്ട് ഫ്യൂച്ചർ എത്രത്തോളം അൺസർട്ടൈൻ ആണെന്ന് ഓപ്പണായിട്ട് സംസാരിക്കാൻ തുടങ്ങിയതാണോ? മേ ബി ഇത് രാഹുലിൻ്റെ സ്റ്റോറിയല്ല, ഇത് നമ്മുടെ സ്റ്റോറിയാണ്, നമ്മുടെ ജനറേഷൻ്റെ സ്റ്റോറിയാണ്, ഒരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഓരോ യങ് പേഴ്സൻ്റെ സ്റ്റോറിയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.